ഹായ് ഹലോ നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവനാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് സപ്പോർട്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ? നോക്കാം വീഡിയോയിലേക്ക്. ഇന്ന് കുറച്ച് അയക്കൂറ കിട്ടിയിട്ടുണ്ട്. നമ്മൾ അത് വെച്ചിട്ടാണ് ഇന്ന് ഫിഷ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അയക്കൂറ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ഉപ്പ്, മുളക്, മഞ്ഞളൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാത്രം വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടാവട്ടെ. ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇട്ട് കൊടുക്കാം. മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും നല്ലതാണ്. മസാലയൊക്കെ നല്ലോണം അതിൽ പിടിക്കും. നമ്മളിപ്പം 4 പീസ് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി അത് മറച്ചിട്ട് കൊടുക്കാം. ഇനി അതും കൂടി ഒന്ന് ഫ്രൈ ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫിഷ് നന്നായിട്ട് 2 സൈഡും കുക്കായിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ള പീസസ് കൂടി നമുക്കിനി ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഫിഷൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന മസാല പ്രിപ്പയർ ചെയ്യണം. അതിന് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാവട്ടെ. മസാലക്ക് ആവശ്യമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് വലിയ ഉള്ളി, തക്കാളി, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റാണ്. നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത ഓയിൽ കുറച്ച് ഉണ്ട്, അതുകൂടി ചേർക്കാം. ശേഷം ബാക്കി ആവശ്യത്തിന് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസ് സവാള ആയതുകൊണ്ട് ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. അത് നല്ല തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം സോട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ ചതക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇവിടെ ഒരു വലിയ പച്ചമുളക് എടുത്തിട്ടുള്ളത്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിന്റെ എണ്ണം കൂട്ടാം. കുറച്ച് അടച്ചു വെക്കാം. അതൊന്ന് കുക്കാവട്ടെ. ഒന്ന് തുറന്നു കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴഞ്ഞു വരട്ടെ. കണ്ടോ, ഉള്ളിയൊക്കെ കളറൊക്കെ മാറി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ഞാൻ ഇവിടെ 2 ചെറിയ തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. തക്കാളി നല്ലതായിട്ട് വെന്ത് വരട്ടെ. തക്കാളി ഏകദേശം ഉടഞ്ഞു വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ആവട്ടെ. നമുക്ക് അടച്ചു വെച്ച് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തക്കാളിയും ഉള്ളിയും ഒക്കെ മസാലയൊക്കെ അത്യാവശ്യം സെറ്റ് ആയിട്ടുണ്ട്. നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഉള്ളി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് മസാലപ്പൊടി ആഡ് ചെയ്യണം. അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇത്രയുമാണ് എടുത്തിട്ടിരിക്കുന്നത്. കുറച്ച് ഗരം മസാല, ഇത്രയും ചേർന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ മുളക് പൊടി അത്യാവശ്യം എരിവുള്ളത് കൊണ്ട് അതാണ് കുറച്ചെടുത്തത്. നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് നന്നായിട്ട് മസാലയൊക്കെ കുക്കായി വരട്ടെ. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം.
കശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇത് സാധാ മുളക് പൊടിയാണ്, നല്ല എരിവുണ്ട്, അതുകൊണ്ട് നമ്മൾ അത്രേ ചേർത്തിട്ടുള്ളൂ. അപ്പം മസാലയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫിഷ് കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. സോ അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി നോക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഉപ്പും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പൊരിച്ചു വെച്ചിരിക്കുന്ന ഫിഷ് കൂടി ചേർത്ത് ഒന്ന് സെറ്റായി എടുക്കണം. വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. നന്ന ലൂസായിട്ട് വെള്ളം ഒഴിക്കണ്ട, കുറച്ച് തിക്കായിട്ട് ഇരിക്കണം ഗ്രേവി. നമ്മൾ പൊരിച്ചു വെച്ചിരിക്കുന്ന അയക്കൂറ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം ആ മസാലയിൽ ഡിപ്പ് ചെയ്ത് വെക്കണം. ഫിഷൊക്കെ നന്നായിട്ട് ആ മസാലയിൽ രണ്ട് സൈഡും മസാലയിൽ പിടിക്കുന്ന പോലെ നമുക്കൊന്ന് അതിനെ മിക്സ് ചെയ്തെടുക്കാം. പൊട്ടാതെ നോക്കണം, കാരണം അയക്കൂറയാകുമ്പോൾ പെട്ടെന്ന് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം പൊട്ടാതെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. സിമ്മിൽ വെച്ചിട്ട് കുറച്ച് നേരം കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പം ആയിട്ടുണ്ട്, കുറച്ചും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഇപ്പോൾ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ സിമ്മിൽ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുത്തതാണ്. ഇതാ നമ്മുടെ ഫൈനൽ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മസാലയൊക്കെ ആയി നല്ല തിക്കായിട്ട് നല്ല ഫിഷിൽ നല്ല കോട്ടിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ചോറിന് കൂടി കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. താങ്ക് യു സോ മച്ച്.